ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. അതായത് ധർമ്മടത്ത് പിണറായി വിജയൻ തോക്കും. എങ്ങനെ തോക്കുമെന്ന് നിങ്ങൾ ഒരുപക്ഷെ സംശയിക്കുന്നുണ്ടായിരിക്കും. അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ അതുകൊണ്ട് പരമാവധി പേർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇത്രയും കൃത്യമായിട്ടുള്ള ഒരു പിണറായി വിജയൻ്റെ തോൽവി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ന്യൂസ് നിങ്ങൾ വേറെ കേട്ട് കാണത്തില്ല. അതായത് ഇവിടെ പിണറായി വിജയൻ പോലും തോക്കുമെന്ന് കേരളത്തിൽ മുഴുവനായിട്ട് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നുണ്ട്. കാരണം അവർ പറയുന്നത് ഒരു 120 സീറ്റ് വരെയൊക്കെ UDF നേടും, അതുപോലുള്ളൊരു തരംഗമാണ് വരാൻ പോകുന്നത് എന്നാണ്. എന്നാൽ നമ്മൾ കൂടുതലും ഈ ധർമ്മടം മണ്ഡലത്തിന് വെളിയിലുള്ള ആൾക്കാരോട് ചോദിക്കുമ്പോഴാണ് ഈ പിണറായി വിജയൻ തോൽക്കും എന്ന് പറയുന്നത്. ധർമ്മടം മണ്ഡലത്തിലുള്ള ആളുകൾ ഈ പിണറായി വിജയൻ തോക്കുമെന്ന് ഭൂരിപക്ഷം ആൾക്കാരും പറയുന്നില്ല. കാരണം അവർക്കറിയാം പിണറായി വിജയൻ ആരാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അറിയാം പിണറായി വിജയൻ തോൽക്കുകയില്ല എന്ന്. അതായത് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ പല ആൾക്കാരോടും ചോദിക്കുമ്പം പറയും പിണറായി വിജയൻ വരെ തോറ്റു പോകുമെന്നാണ്. പിണറായി വിജയൻ തോക്കാനുള്ള കാരണം പറയുമ്പോൾ തന്നെ നമ്മൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇപ്പോൾ ആ മണ്ഡലത്തിലല്ല, പോട്ടെ, നിങ്ങളിപ്പോൾ നിലവിലുള്ള മണ്ഡലത്തിൽ നിങ്ങൾ ഇപ്പോൾ ഈ അടുത്ത തെരഞ്ഞെടുപ്പുകളിലൊക്കെ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് കോൺഗ്രസ്സിനാണെന്നാണ്. അപ്പോൾ കോൺഗ്രസ്സിന് സ്ഥിരമായിട്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ് പിണറായി വിജയൻ തോക്കും, കേരളത്തിൽ 120 സീറ്റ് UDF പിടിക്കുമെന്നൊക്കെ പറയുന്നത്. സത്യത്തിൽ എന്ത് അസംബന്ധമാണെന്നുള്ളതാണ് ഈ ഒരു അഭിപ്രായം. അതായത് ഈ തമ്പനയിൽ വന്നവർക്ക് നിരാശ തോന്നുന്നുണ്ടായിരിക്കും ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ. അതായത് കോൺഗ്രസ്സുകാർ മാത്രമാണ് ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് ഇവിടെ LDF സർക്കാർ വരില്ല, പിണറായി വിജയൻ ഉൾപ്പെടെ തോൽക്കുമെന്നുള്ളത്. എന്നാൽ ഞാൻ പറയുന്നത് 85-നും 97 സീറ്റിനും ഇടയിൽ ഇടതുപക്ഷം ഇവിടെ വീണ്ടും അധികാരത്തിൽ വരും, ഉറപ്പാണത്.